Stop the car to watch the waves, missing my shoes where the ocean breaks. I try to take it slow, turns out it's not a race. No matter where I go, some things will never change. Ooh, ooh, who cares what's coming next? Trying to guess everything I am is nothing that I planned, but I'm happy, yeah, I'm happy. Oh, I'm happy where I am. Very lovely Aparna and Anand ഇരുവരുടെയും വെഡിങ് റിസപ്ഷനിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ബ്രൈഡ് ആൻഡ് ഗ്രൂം ഏതാനും കുറച്ച് സമയങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു വേദിയിലേക്ക് കടന്നു വരുന്നതായിരിക്കും. അപ്പോൾ അതിനു മുൻപായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരും കുറച്ച് പേർക്ക് ഓൾറെഡി വന്ന് സെറ്റിൽഡായി കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് പേരും കൂടെ വരാനുണ്ട്. അപ്പോൾ നമ്മുടെ ഹാളിൻ്റെ വെളിയിൽ നിൽക്കുന്ന എല്ലാവരും എത്രയും വേഗം ഹാളിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും ഒന്ന് വന്നിരുന്ന് സെറ്റിൽ ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ ബ്രൈഡിനെയും ഗ്രൂമിനെയും നമ്മുടെ ആനന്ദ് ആൻഡ് അപർണ ഇരുവരെയും നമുക്ക് വേദിയിലേക്ക് വെൽക്കം ചെയ്യാം. ബിലോങ് വിത്ത് ദെയർ പാരന്റ്സ്. அம்சமா அழகா ஒரு பொண்ண பார்த்த உடனே பஞ்சரான. ஆமாப்பா, அம்சமா அழகா ஒரு பொண்ண பார்த்த உடனே பஞ்சரான. அது கண்ணா இல்ல கரண்டா கன்ஃபியூசன். அவ அழக பத்தி பாட இல்ல எஜுகேஷன். என் மனசு இனி உனக்கு ஒரு பிளே ஸ்டேஷன். நீ இருக்கும் இடம் எனக்கு ஒரு ஹில் ஸ்டேஷன். குட் வைபுலேஷன் ஒரு சென்ட்
ഇട്ടിവിട്ട് കൈയടി കൊടുക്കാം അവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു കൈയ്യടി സമ്മാനിക്കാം. So Anand A. Vishwanath, അദ്ദേഹം ക്വാളിറ്റി എഞ്ചിനീയർ ആയി ഇംഗ്ലണ്ടിലാണ് വർക്ക് ചെയ്യുന്നത്. The very lovely Aparna Dayal, optical engineer ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. And both are engineers by professional. And I think രണ്ട് ഫാമിലിനെ സംബന്ധിച്ച് ഭയങ്കര ഹാപ്പിനെസ് ആണ് ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മളുടെ വെഡിങ് ഓൾറെഡി മാർച്ച് 13 കഴിഞ്ഞു. ആൻഡ് ഇന്ന് വെഡിങ് റിസപ്ഷൻ്റെ ഭാഗമായിട്ട് രണ്ടുപേര് വന്നിരിക്കുകയാണ്. ആൻഡ് ഇവർ ആ ഒരു സ്റ്റാർട്ടിങ് ടു ഇപ്പോൾ ഈ ഒരു നിമിഷം വരെയുള്ള ഒരു എനർജി, ആ ഒരു പോസിറ്റീവ് വൈബ്, സപ്പോർട്ട്, എവറിത്തിങ് ലൈഫ് ലോങ് അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യാണ്. ആൻഡ് പേരിൽ പോലും ഭയങ്കര ഒരുമയാണ് ഞങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സോ ആനന്ദൻ്റെ അല്ലേ. അപ്പം അതുപോലെ ആ ഒരു ഒരുമയോട് കൂടെ തന്നെ മുന്നോട്ട് പോകാൻ രണ്ടുപേർക്കും സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. അത് ഭയങ്കര ആരൊക്കെയോ ഭയങ്കരമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വന്നോ അല്ലേ? കുറച്ച് പേര് ഇവിടെ കാണാനുണ്ട്. ആരെ അന്വേഷിക്കുന്നത്? കസിൻസിനെയാണോ? ഓക്കെ, ആനന്ദിന് കുറച്ച് ഫ്രണ്ട്സിനെ ആനന്ദ് ഭയങ്കരമായിട്ട് ഇവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഈ ഒരു സൈഡിലേക്ക് വന്ന് നിൽക്കാനായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ആൻഡ് ആനന്ദ്, വാട്ട് യു ഫീൽ റൈറ്റ് നൗ? ഇത്രയും നാളും അച്ഛ, അമ്മ, സിസ്റ്റർ ആൻഡ് ബ്രദറിലും ആ ഒരു ഫാമിലി സർക്കിളിലേക്ക് ഒരു പുതിയ ആൾ വന്നിരിക്കുകയാണ്. യുവർ ബെറ്റർ ഹാഫ് അല്ലേ. സോ ഈ ഒരു മൊമെന്റിൽ ആനന്ദിന് എന്താ പറയാനായിട്ടുള്ളത്? ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും എത്തിച്ചേർന്നതിന്. നമ്മൾ വരാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു, ക്ഷമിക്കണം. നമ്മുടെ ക്ഷമയോടെ കാത്തുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഇവിടെ കുറച്ച് പരിപാടിയൊക്കെ നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കണ്ടിട്ട് ഭക്ഷണം കഴിച്ചിട്ടാണ് പോകാൻ. എല്ലാവരും എത്തിയതിൽ ഭയങ്കര സന്തോഷം. ഇനി ആൾക്കാർ വരാൻ പ്രതീക്ഷിക്കുന്നു. അത്രേ ഉള്ളൂ. താങ്ക് യു. Thank you very much. Anand, I think is very excited. അല്ലെ, രണ്ടുപേരും എക്സൈറ്റഡ് ആണെന്ന് എനിക്കറിയാം. പക്ഷെ ആനന്ദ് ഇവിടെ നിന്ന് ഒരു കൊച്ചുകുട്ടി ആദ്യമായിട്ടൊരു പുറത്തിറങ്ങി പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കിയൊക്കെ നിൽക്കുന്ന ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ് ഞങ്ങൾക്ക് എനിക്ക് ആനന്ദിൽ ഫീൽ ചെയ്യുന്നത്. ആൻഡ് അപർണ ഭയങ്കര എനർജി ആയിട്ട് ഭയങ്കര പോസിറ്റീവായിട്ട് ഇവിടെ ആനന്ദിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ഇവിടെ ഭയങ്കര സ്മൈലായിട്ട് ചിരിച്ചിങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. സോ ഓഫ് കോഴ്സ് ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ ഒരുപാട് സ്വപ്നങ്ങൾ, ഒരുപാട് പ്രതീക്ഷകൾ, ഒരു പുതിയ വീട്, അച്ഛൻ, അമ്മ, ഫാമിലി അല്ലേ. സോ വാട്ട് യു ഫീൽ? ഭയങ്കര ഹാപ്പിയാണ് ഈ ഒരു മൊമെന്റിൽ എല്ലാവരും വന്നതിലും ഒത്തിരി സന്തോഷം. പിന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇതിനെ പറ്റി. ഹാപ്പി. Okay, so both are very happy and both are very excited. അപ്പോൾ രണ്ടുപേരും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി വിഷ് ചെയ്യുന്നത്. ഐ നോ നിങ്ങൾ രണ്ടുപേരും മാത്രം പോരാ. നമ്മളുടെ ഈ ഒരു പിക്ചർ അല്ലെ, നമ്മളുടെ ഈ ഒരു ഫാമിലി കംപ്ലീറ്റ് ആവണമെങ്കിൽ രണ്ടുപേരുടെയും പ്രിയപ്പെട്ട മാതാപിതാക്കളും സിബ്ലിങ്സിനെയും കൂടെ ഇൻവൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ ആനന്ദിൻ്റെ സ്നേഹം നിറഞ്ഞ അച്ഛനെയും അമ്മയെയുമാണ് സ്വാഗതം ചെയ്യുന്നത്. എല്ലാവരുടെ സ്നേഹത്തോടും നിറഞ്ഞ ബഹുമാനത്തോടും കൂടി തന്നെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ എ. വിശ്വനാഥൻ ആൻഡ് ശ്രീമതി സുജാത KG. സോ നല്ലൊരു കൈയ്യടി സമ്മാനിച്ചുകൊണ്ട് തന്നെ നമുക്ക് അച്ഛനെയും അമ്മയെയും ഈ ഒരു വേദിയിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. അച്ഛൻ, അമ്മ രണ്ടുപേരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. And Mr. A. Vishwanathan is a retired Deputy Range Officer and Sujata KT working as a Superintendent Government Model Hospital, Perurkara, Trivandrum. അപ്പം അച്ഛനും അമ്മയും ഇവിടെ ഒരുപാട് സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ അടുത്തതായി ഞാൻ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു അപർണയുടെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെയാണ്. I would like to welcome Mr. Dayal and Yamuna on stage. രണ്ടുപേരെയും എല്ലാവിധ സ്നേഹത്തോടും കൂടി തന്നെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അച്ഛനെയും അമ്മയെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സോ എനിക്ക് തോന്നുന്നു ഇവിടെ അപർണയുടെ അച്ഛനെയും അമ്മയെ സംബന്ധിച്ച് രണ്ട് പെൺമക്കളാണ്. ഒരു മൂത്ത മകൻ അല്ലെ, ഒരു മൂത്ത മകൻ ഫാമിലിയിലേക്ക് വന്നിരിക്കുന്ന ഒരു സന്തോഷം. അതിനോടൊപ്പം തന്നെ ഒരു തൻ്റെ മൂത്ത മകളെ വിവാഹം കഴിച്ച് നൽകുന്ന
വിളിക്കുന്നതിൻ്റെ ആ ഒരു സ്നേഹവും ആ ഒരു സന്തോഷവും അതിനേക്കാൾ ഉപരി അഭിമാനത്തോടു കൂടെയാണ് രണ്ടുപേരും ഈ വേദിയിൽ നിൽക്കുന്നത്. സോ ഞാൻ ഇവരെയും നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ശ്രീനിധി അച്ഛൻ മിസ്റ്റർ ദയാൽ, അദ്ദേഹം റിട്ടയർഡ് സൊലിസിറ്ററാണ്, ഡിസ്ട്രിക്ട് കോർട്ട് കൊല്ലം. ആൻഡ് യമുന, റിട്ടയർഡ് ഡെപ്യൂട്ടി GST ഓഫീസർ, GST ഓഫീസ് ബത്തേരി. ഇവർ രണ്ടുപേരുടെയും അച്ഛനും അമ്മായിമാരും ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് വിളിക്കേണ്ടത് രണ്ടുപേരുടെ എനർജറ്റിക് ആയിട്ടുള്ള സിബ്ലിങ്സിനെയാണ്. ആദ്യമായി ഞാൻ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ആനന്ദിന്റെ ഈ ഒരു വെഡിങ് റിസപ്ഷൻ പ്ലാൻ ചെയ്തത് തൊട്ട് എല്ലാത്തിനും A to Z കാര്യങ്ങൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എല്ലാത്തിനും ഓൾ ഇൻ ഓൾ ആയിട്ട് നിൽക്കുന്ന ഒരാളുണ്ട് നമ്മളുടെ ആനന്ദിന്റെ വെരി 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 ലവിങ് സിസ്റ്റർ അല്ലെ. അപ്പൊ ആളെയാണ് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് പോകുന്നത്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, we would like to welcome Anand's twin sister Dr. Anika A. Vishwanath and her husband Mr. Arjun Anand. So welcome you Dr. Anika and Mr. Arjun Anil. രണ്ടുപേരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. And Anika is a doctor by profession and Arjun Anil associate IT consultant ആയി ITC Infotech ബാംഗ്ലൂരിലാണ് വർക്ക് ചെയ്യുന്നത്. And of course ഇനി ഒരാൾ കൂടി ഉണ്ട്. ആൾ കൂടി വന്നു കഴിയുമ്പോൾ നമ്മുടെ ഫാമിലി പിക്ചർ കംപ്ലീറ്റ് ആവും. Let me welcome our partner with a very very loving younger sister Athena Dayal. നല്ലൊരു കൈയടി സമ്മാനിച്ചുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Let me welcome കൈയടിയില്ലല്ലോ, നല്ല പേരുണ്ട് കേട്ടോ. എല്ലാവരും കൂടെ ചേർന്ന് ഹൃദയം നമ്മുടെ കൈയടിയോട് കൂടുതൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. Athena, she is a BBA LLB student at JSS Law College, Mysore. Yes, happy. ഒരു ചേട്ടനെ കിട്ടിയതിന്റെ ഭയങ്കര ഹാപ്പിനെസ് ഓഫ് കോഴ്സ് ഐ നോ. ആള് ഭയങ്കര ഹാപ്പിയാണെന്ന് എനിക്കറിയാം. കാരണം ഇവിടെ സംസാരിച്ച സമയത്തൊക്കെ ഷീ ഈസ് വെരി 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 മച്ച് എനർജറ്റിക്. അപ്പം എന്തായാലും നമ്മുടെ ഫാമിലി എല്ലാവരും വന്ന് ചേർന്ന് കഴിഞ്ഞു. സോ പ്ലീസ് ക്ലോസ് ടുഗദർ. माना रस्ते रात पड़ी है पर तू जाने होगी सुबह. माना चलते सांस चढ़ी है पर ना हारा दिल ये तेरा. दिन भले बुरे जो मिले ढल जाए, टलते टलते मुश्किलें टल जाए. सोचे क्यों तन्हा है मित्रा रे, तेरा भी तो खुदा है मित्रा रे. सोचे क्यों तन्हा है मित्रा रे, तेरा भी तो खुदा है मित्रा रे. मन के घाव को भर दे मौला, दिल को सब्र शुक्र दे मौला. जब कोई नहीं तेरा तब भी वो तेरा है. आ जावे वो ही तो बसेरा है. नूर वही है, रूह का सवेरा है. आ जावे वो ही तो बसेरा है. सुन ले ओ मित्रा क्यों तू जाने ना, सुन ले ओ मित्रा क्यों तू जाने ना. ഇപ്പൊ ഞാൻ maybe ഒരു എക്സാമ്പിൾ പറയാം. ഞാനിപ്പോ പറയാണ് ഒരു രൂപയുടെ ഒരു കോയിൻ എന്ന് പറയും. ഇവിടെ നമ്മളൊരു പാട്ട് പ്ലേ ചെയ്യും. പ്രസാദന ചെയ്യാം. അപ്പൊ നമ്മുടെ DJ ആണ്, അതേ ഒരു പാട്ട് പ്ലേ ചെയ്യും. ആ പാട്ടിന്റെ കൂടെ നിങ്ങൾ പോയി ആരുടെ കയ്യിൽ വേണമെങ്കിലും മേടിക്കാം കേട്ടോ. ആര് വേണമെങ്കിലും ഇവർക്കൊക്കെ കൊടുത്ത് സഹായിക്കണം കേട്ടോ. നിങ്ങൾ എന്റെ ആൾക്കാരല്ലേ എന്നൊന്നും വിചാരിക്കരുത്. സെക്കൻഡ് ആൾക്കാർ പെണ്ണിന്റെ ആൾക്കാരില്ല, നമ്മളെല്ലാവരും ഒന്നാണ്. അപ്പോൾ ഇവർക്ക് കൊടുത്ത് ഹെൽപ്പ് ചെയ്യണം. ആൻഡ് തിരിച്ച് ഇവിടെ വന്നാൽ ഇരിക്കും ഏറ്റവും ലാസ്റ്റ്
ഇതെന്താ റെഡിയാണോ? റെഡി? ഓക്കേ. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, now moving to a very beautiful game over here. So ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വീഡിയോ ഒക്കെ പിടിക്കാനിരിക്കുകയാണ്, ഫോട്ടോ ഒക്കെ പിടിക്കാനിരിക്കുന്നത് എനിക്ക് അറിയാം. എന്നാലും ഇവർക്ക് നല്ലൊരു ഐഡിയ എടുത്ത് നമ്മളെ എൻജോയ് ചെയ്യും. നല്ലൊരു ഐഡിയ എടുത്തേ. ഓക്കെ. സോ ഞാൻ ആദ്യം നിങ്ങളോട് പോയി എടുത്തോണ്ട് വരാൻ പോകുന്നത് പറയട്ടെ? എന്തുവാ പറയട്ടെ? എനിക്ക് റെഡി. സോ ദ ഫസ്റ്റ് തിങ് ഈസ് എന്ത് പറയുന്നുള്ള കൺഫ്യൂഷനല്ലേ? പറയട്ടെ? ഓക്കെ. ആദ്യം തന്നെ ഓടിപ്പോകാം. 10 രൂപയുടെ ഒരു നോട്ട് ആരെങ്കിലും കയ്യിൽ മേടിച്ചിട്ട് വരാം. റെഡി? സ്റ്റേജ് 10 രൂപയുടെ നോട്ട് കേട്ടോ. 10 രൂപയുടെ നോട്ട് ആരുടെ കയ്യിൽ വേണമെങ്കിലും വാങ്ങാം. ആരെങ്കിലും ഒന്ന് നമ്മുടെ ആദ്യത്തെ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ. 10 രൂപയുടെ നോട്ട് വേണം തിരിച്ചു വരാം. വേഗം വേണം. അതിലേക്ക് പോയ വഴി പോയോ? വേഗം ആരെങ്കിലും തന്നെ മേടിച്ചോ? ഓക്കെ. റെഡി? ഓക്കെ. ഓഫ് കോഴ്സ് അലീന, യു ആർ ഔട്ട്. അവിടെ അമ്മയായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. ഓക്കെ. ഈ 10 രൂപ നിങ്ങൾക്ക് ആരാ തന്നത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അപ്പൊ അത് ഗെയിം കഴിയുമ്പോൾ തിരിച്ചു കൊടുത്താൽ മതി. ഇപ്പൊ കൈ തന്നെ വെച്ചാൽ കേട്ടോ. ഓക്കെ. സോ അടുത്തത് നമുക്ക് ആർക്കും കൂളിംഗ് ഗ്ലാസ് വേണ്ട. ചേട്ടന്റെ പ്ലെയിൻ ഗ്ലാസ് പോലെ, ആ ചേട്ടന്റെ മുഖത്തിരിക്കുന്ന പ്ലെയിൻ ഗ്ലാസ് പോലെ വേറെ ഒരു പ്ലെയിൻ ഗ്ലാസ് ഓടിപ്പോ എടുത്തിട്ടോ. ഓടിച്ചില്ലേ? ഹലോ, സ്വന്തം പാടില്ലല്ലോ. വേഗം. ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഇരുന്ന് ആരാണ് ഈ ഹെൽപ്പ് ചെയ്യുന്നത് എനിക്ക് അറിയത്തില്ല. അപ്പുറത്തേക്ക് എല്ലാം ആദ്യമേ തന്നെ കിട്ടുന്നുണ്ട്. ഓക്കെ. പ്ലെയിൻ ഗ്ലാസ് ആയിരിക്കണം. അവരവരുടെ കയ്യിലുള്ളതാവരുത്. അല്ലെങ്കിൽ ഒന്ന് തിരിച്ചു കൊണ്ടുപോയി കൊടുത്താലും മതി. ഓക്കെ. പെട്ടെന്ന് തിരിച്ചു വരാം. അങ്ങനെ നമ്മളുടെ രണ്ടാമത്തെ ഐറ്റം കഴിഞ്ഞിരിക്കുകയാണ്. ഒരു എനർജറ്റിക് പാട്ട് ഇടാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കിട്ടിയോ? എങ്ങനെ വന്നോ? കിടച്ചില്ലേ? ഓക്കെ. സോ അടുത്തത് മൂന്നാമത് ഇവര് അടുത്ത സംഭവം എന്താ വെച്ചാൽ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോവാണ്. സോ ദ തിങ് ഈസ് വൈറ്റ് കളർ ഹാൻഡ് കർച്ചീഫ്. വൈറ്റ് കളർ ഹാൻഡ് കർച്ചീഫ്. പെട്ടെന്ന് വേണം. വൈറ്റ് കളർ ആയിരിക്കണം. ഡിസൈൻ ഒന്നും പാടില്ല. വൈറ്റ് കളർ. തിരിച്ചോ? കാണിക്കാം. ഓക്കെ. അടിപൊളി. പെട്ടെന്ന് ഒരു ചെയർ എടുത്ത് മാറ്റാം. പോയില്ല. ഓക്കെ. യെസ്. ഇവിടെ ഒരു ചെയർ ഉണ്ട്. ആരെന്ന് ശരിക്കും. ഓക്കെ. അപ്പൊ ചേട്ടാ താങ്ക് യു വെരി മച്ച്. അപ്പൊ എല്ലാവരും വൈറ്റ് കർച്ചീഫ് ഒന്ന് കാണിച്ചെടുത്തോ. അതെങ്ങനെ വൈറ്റ് ആവുന്നു? വൈറ്റ്. ഇതൊക്കെ എന്ത് വൈറ്റാ? ഇത് ഓഫ് വൈറ്റാ. പിന്നെ പോട്ടെ, മണവാട്ടിയല്ലേ, നമുക്ക് വിട്ടുകൊടുക്കാം. എവിടെ കർച്ചീഫ് അടിക്കാൻ? യു ആർ ഔട്ട്. പറ്റത്തില്ല. ഇതിന് എന്ത് തൊട്ടാ വെള്ള കളർ കർച്ചീഫ് ആക്കിയെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ നമ്മുടെ കണ്ണടാസ് ചേട്ടനെവിടെ? ചേട്ടനെവിടെ? വാ. ചേട്ടൻ റെഡിയാവാ. സോറി. കുഴപ്പമില്ല. ഓക്കെ. ഒരു കാര്യം ചെയ്യും. ആനന്ദേ, ഇനി ആനന്ദ് പറഞ്ഞോ എന്താണ് ഇവര് കണ്ടുപിടിക്കേണ്ടത്? വാ. അടുത്തത് സ്വന്തം കയ്യിലല്ലാത്ത വേറൊരു വാച്ച്. മോൾ ഔട്ടാണ്. നമ്മൾ ചെയർ മാറ്റാൻ എന്താ ചെയ്യാ? നമ്മൾ ഈ ഗെയിമിന്റെ ആ ഒരു ആകാംക്ഷയിൽ ഇങ്ങനെ നിന്ന് പോയതാണ്. ചെയർ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഓക്കെ. സോ ദ നെക്സ്റ്റ് തിങ് ഈസ് നിങ്ങൾ വാങ്ങുന്ന സാധനങ്ങളൊക്കെ ഒന്ന് തിരിച്ചുകൊണ്ട് കൊടുത്തിട്ട് വരുമോ? ചേച്ചിയുടെ ആയിരുന്നു കർച്ചീഫ്. പക്ഷേ ചേച്ചി കൊടുത്ത് ഹെൽപ്പ് ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ ഒരു ഓഫ് വൈറ്റ് ആയിട്ട് കളറായി പോയി. എനിവേ താങ്ക് യു വെരി മച്ച്. ഇനി നമ്മൾ നെക്സ്റ്റ് അടുത്തത്
അപ്പൊ അത് തിരിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അവിടെ തന്നെ ചെയറിൽ വെച്ചാലും മതി, കുഴപ്പമില്ല. തിരിച്ചു കൊടുത്തോളൂ, തിരിച്ചു കൊടുത്തോളൂ. ഇനി അടുത്തതേക്ക് റെഡിയാണ് വരുന്നതാണ്. അവർ വന്നിരുന്നതിന് ശേഷം നമ്മൾ അടുത്തത് പറയാൻ പോവാണ്. ഒരു ചെയർ റിമൂവ് ചെയ്യണേ. ഡോണ്ട് ഫോർഗെറ്റ് ടു റിമൂവ് ദ ചെയർ. അടിപൊളിയായിരുന്നു. അപ്പൊ ലേഡീസ് ബാഗാണ്. ചേട്ടന്റെ എനർജി പറയാതിരിക്കാൻ പറ്റത്തില്ല, അടിപൊളിയായിരുന്നു. പക്ഷെ ബാഗ് അവിടെ ഒരാള് പേഴ്സ് നീട്ടി, പക്ഷെ അത് പേഴ്സ് ആയിരുന്നു അല്ലേ, അവിടെ നീട്ടി കാണിച്ചു. പക്ഷെ അതിന് എന്താ പറയാ, ബാഗിന് വള്ളി വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരുടെയും കയ്യിലുള്ള ഇതെവിടെ പോവോ ഇത്ര വലിയ ബാഗൊക്കെ ആയിട്ട്? ആണോ, ഇതാരുടെ ക്യാമറയുടെ ബാഗാണോ? ക്യാമറ ചേട്ടൻ താങ്ക് യു. അപ്പൊ നമ്മുടെ മോഷൻ പിക്ചേഴ്സിന്റെ ക്യാമറ ടീമാണ് അല്ലേ, ക്യാമറ ആൻഡ് വീഡിയോഗ്രാഫി. താങ്ക് യു വെരി മച്ച്. ഓക്കെ, അവരുടെ നല്ല ഫോട്ടോസിനും അതുപോലെ തന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ അവരുടെ ക്യാമറ ബാഗ് വന്ന് ഹെൽപ്പ് ചെയ്ത് തരും. ഇത് റൈഡ് ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് അറിയാം, കാരണം അവർക്ക് വിലപിടിപ്പുള്ള സാധനങ്ങളാണ് അതിനുള്ളിൽ ഇരിക്കുന്നത്. എനിവേ താങ്ക് യു. സോ നെക്സ്റ്റ്, വാട്ട് വാസ് നെക്സ്റ്റ്? ഒരു റിംഗ് മുതൽ കുറച്ച് ടാസ്കായിട്ട് അത് വെഡിങ്ങിന് കൊടുത്തായിരുന്നു. സാരില്ല, ആ കുട്ടിക്ക് ഒരു കഴിവുണ്ട്. ആൾ നല്ല എനർജിയിൽ നന്നായിട്ട് ഗെയിം ചെയ്ത ആളാണ്. പേരെന്താ? ഓ, ഇതായിരുന്നു ഗംഗ. അപ്പൊ ഗംഗയ്ക്ക് നല്ലൊരു കഴിവ് കൊടുത്തേ. ഓക്കെ, അപ്പം റിങ്ങുകൾ നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഫൈനലി 4 പേരായിട്ടുള്ള മത്സരത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇവർ 4 പേരും. ഇതിൽ ഒരു സസ്പെൻസ് ഉണ്ട്, വേഗം ഓടി വരിക. ഇതിലൊരു സസ്പെൻസ്, ഇതിൽ വിജയിക്കുന്ന വിന്നറിനുള്ള സമ്മാനം ആനന്ദായിരിക്കും തരാൻ പോകുന്നത്. ഗ്രൂപ്പിന്റെ ഒരു സ്നേഹ സമ്മാനമായിരിക്കും നമ്മൾ തരാൻ പോകുന്നത്. ഓക്കെ, റെഡി ആണോ? നല്ലൊരു അടുത്തത് പറഞ്ഞോ. ആധാർ കാർഡ് വേണ്ട, നമുക്ക് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ആയിക്കോട്ടെ. പെട്ടെന്ന് പോവാൻ ഡ്രൈവിംഗ് ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസുമായി പെട്ടെന്ന് സ്റ്റേജിലേക്ക് വരാം. റൈഡ് അവർക്ക് തിരിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് വരിക, പെട്ടെന്ന് വരിക. അയ്യോ. ഓക്കെ, താങ്ക് യു ചേട്ടാ. ചേട്ടന്റെ പേര് നമുക്ക് ചേട്ടനൊന്ന് പരിചയപ്പെടുത്താം. പേരെന്താ? അർജുൻ. അപ്പൊ അർജുന് നല്ലൊരു കൈ കൊടുക്കാം കേട്ടോ. താങ്ക് യു അർജുൻ, താങ്ക് യു വെരി മച്ച്. എല്ലാവരുടെ കയ്യിലുള്ളത് ഒറിജിനൽ ലൈസൻസിന്റെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. സോ താങ്ക് യു. തിരിച്ചു കൊടുത്തിട്ട് വേഗം വന്നോ. അടുത്ത് ഞങ്ങൾ വീണ്ടും പറയാൻ പോവാണ്. വളരെ സിമ്പിളായിട്ട് സാധനം തരാം, പക്ഷേ നിങ്ങൾ ഈ ഫസ്റ്റത്തെ 3 ഒഴിച്ച് അപ്പുറത്ത് കഴിക്കും. നിങ്ങൾ മേടിക്കേണ്ടത് സാംസങ്ങിന്റെ ഒരു ഫോണാണ്. കുറച്ചുകൂടെ എളുപ്പമുള്ളത് കൊടുത്തില്ല, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മേടിക്കാന്ന് പറഞ്ഞ ഓഫ്കോഴ്സ് ആ പറഞ്ഞായിരിക്കും. ഇനി നിങ്ങളുടെ ഫോൺ കാണിച്ചേ, സാംസങ് ആണ്. ഇത് ഇതാ A57 അല്ലേ, A സീരീസ് ആണ്. അതും A സീരീസ് ആണ്. ഓക്കെ, 2 സാംസങ്ങിന്റെ A സീരീസ്. നമുക്ക് സീരീസും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണം, അപ്പൊ ഇവർ കറക്റ്റായിട്ട് കുറച്ചുകൂടെ പെട്ടെന്ന്. എവിടെ പോവാ? ആ ഫോൺ കൊടുക്കാൻ പോയിട്ട് വാ. നമ്മൾ ലാസ്റ്റ് ഇവർ 2 പേരും തമ്മിലുള്ള ഒരു മത്സരത്തിലേക്ക് കടക്കാൻ പോവാണ്. എന്റെ അപർണ ഇവിടെ ഗ്രേറ്റ് ജോബ്. അപർണയ്ക്ക് ഒരു സ്പെഷ്യൽ കഴിഞ്ഞു. ഇത്ര എനർജി ഉള്ളത് നമ്മൾ റൈഡ്. അതാണ്. താങ്ക് യു വെരി മച്ച്. ഇവിടെ ആനന്ദ് ഭയങ്കര ടഫായിട്ട് എന്ത് കൊടുക്കുന്ന ആലോചിച്ച് പണി കിട്ടിയത് പാവം എന്നൊക്കെ പോയി. പക്ഷെ കുഴപ്പമില്ല, ഇനി 2 പേരും കൂടെ ഉണ്ട്. നിങ്ങൾ തമ്മിലുള്ള ഭാഷയുടെ മത്സരം ആര് ജയിക്കും എന്നുള്ള ഞങ്ങൾ ഇങ്ങനെ ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. യു ആർ ഫ്രം ഓക്കെ. അവർ 2 പേരും ആനന്ദിന്റെ കസിൻസ് ആണ്. ഒരാൾ എന്റെ മോന്
ഡിസ്കഷനാണ്. അപ്പം ഇവർക്ക് എന്താണ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് കൊടുക്കാൻ പോകുന്നത്? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബ്രൈഡിനോട് ചോദിക്കാം. ഇത്ര നേരം നമ്മൾ പറഞ്ഞില്ല, ആളെ സ്റ്റേജിലേക്ക് വിളിക്കാം. നമ്മളിപ്പോ കണ്ടുപിടിക്കാൻ പറയുന്ന സാധനം നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ളൊരു സംഭവമാണ്. പക്ഷേ സത്യത്തിൽ ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്ന ഒരു ഓട്ട മത്സരമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇവർക്ക് ഓടിച്ചെന്നാൽ ആ സാധനം കിട്ടും. പക്ഷേ ആദ്യം ആര് ഇവിടെ തിരിച്ചെത്തും എന്നുള്ളതാണ് ഞങ്ങൾ എല്ലാവരും ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്ത്. അപ്പൊ അവരുടെ നമുക്ക് അനൗൺസ് ചെയ്താലോ എന്താണ് ഇവര് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട സംഭവം എന്നുള്ളത് പറഞ്ഞോ. ഒരു പീസ് ചിക്കൻ നല്ലൊരു കയ്യടി കൊടുത്തോണ്ട് നമുക്ക് അവരെ അടിപൊളിയായിട്ട് എൻട്രി ചെയ്യാം. സോ ആദ്യം ആരാണ് ചിക്കൻ പീസ് എടുത്തോണ്ട് സ്റ്റേജിലേക്ക് വരുന്നത്? യെസ്, അല്ലേ ചിക്കൻ തന്നെയല്ലേ? അതെ, ആളവിടെ കഴിക്കൽ തുടങ്ങി, കുഴപ്പമൊന്നുമില്ല. സോ നമ്മളുടെ ഗെയിമില് സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത് ഫസ്റ്റ് റണ്ണർ അപ്പ് അല്ല, അങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് അനൗൺസ് ചെയ്യുന്നത്. ചേച്ചിയുടെ പേര് രമ്യ. രമ്യ ചേച്ചിക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. കൺഗ്രാറ്റുലേഷൻസ്. ആൻഡ് ദ വിന്നർ ഈസ് ആദിത്യൻ. ഇത്രയും എഫേർട്ട് എടുത്ത് ഈ ഒരു ഗെയിമിന് വേണ്ടിയിട്ട് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ആദ്യം ഒരു ബിഗ് താങ്ക് യു. ഇനി നമ്മുടെ കസിൻസിന്റെ എല്ലാവരും കൂടെ സ്റ്റേജിലേക്ക് വിളിക്കാം അല്ലേ? യെസ്, വിളിച്ചാലോ? നമുക്ക് എന്നിട്ട് ഒരു പാട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാമപ്പ് ആയാലോ? ഫോട്ടോഷൂട്ടിന് മുന്നേ രണ്ടുപേരും സെന്ററിലേക്ക് നിൽക്കാം. ആൻഡ് ആദ്യത്തിന് വേണ്ടിയിട്ട് സ്പെഷ്യലി നമ്മളുടെ ഗ്രൂപ്പിന്റെ സൈഡിൽ നിന്നുമുള്ളൊരു ഗിഫ്റ്റ് കൂടെയാണ് ഈ ഒരു പാട്ട്. ആദ്യത്തെ കൈ എഴുതാൻ പോയിക്കാണ്, ആദ്യത്തിന് ഇപ്പൊ തന്നെ വരുന്നത് വിചാരിക്കണം. സോ നമുക്ക് ആ ഒരു പാട്ടിലൂടെ അങ്ങ് തുടങ്ങാം അല്ലേ? ഞാൻ ഈ പാട്ട് അപർണയ്ക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ഇത് ഞാൻ കുറേ മുന്നേ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷെ ഇതിന് മുന്നത്തെ ഒരു പരിപാടിക്കും പാടാനൊന്നും പറ്റിയില്ല. പക്ഷെ ഇപ്പോൾ നോക്കാം. പിന്നെ ഞങ്ങൾ രാവിലെ തന്നെ നല്ല അടിയുണ്ടായി. ഇപ്പോൾ നല്ല പിണക്കത്തിരിക്കാം. ഒന്ന് ക്ഷമിക്കും പ്ലീസ്. ഈ പാട്ടോടൊന്ന് ശരിയാക്കാം. കവിതകളാ കനവ
Hello, 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 hello.
Thank you very much. ക്ഷമിക്കണം. നമ്മുടെ പറഞ്ഞു പോയി, പക്ഷെ ഇത് കംപ്ലീറ്റ്ലി ഫോർ യു അപർണ ആൻഡ് അമേസിംഗ്. അടിപൊളിയായിട്ട് പാടിയില്ലേ? പാടിയില്ലയോ? ആ അറിയാം. സോ താങ്ക് യു വെരി മച്ച്. ആൻഡ് അപ്പോൾ കിടക്കൊക്കെ മാറി സെറ്റാണ്. അപ്പോൾ സ്റ്റേജിലേക്ക് വരാം. ഇനി നമ്മൾ രണ്ടുപേർക്ക് സ്റ്റേജിലേക്ക് നിൽക്കാവുന്നതാണ്.
So thank you cousins, thank you very much. Ranting om Abnakom Vivaha Ashok Sigal. Apanakim Vivaha Ashok Sigal. Apanakim Vivaha Ashok Sigal. Alam Bidum, Papa Naka, Viva Ha, Asham Saka. Hi Avanna, hi Aman, congratulations. I'm so sorry that I missed your special day, but I hope really it's like. അതായിരിക്കും ആനന്ദനും തെളിഞ്ഞ വിവാഹാശംസകൾ തുടർന്ന് അങ്ങോട്ടും മനോഹരമായ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. This is Aparna. Happy married life. Or you couldn't make it up for the wedding. But my wishes and blessings are always that we both. And this is going to be a new beginning for both of you in your life. All the best. We'll catch up soon. Tata. ഒത്തിരി കാര്യങ്ങൾ കോളേജിലേക്ക് പുറത്തേക്ക് പോകുന്നവരെ ഈ വീടുമായിട്ട് എപ്പോഴും വളരെ പോകായിരുന്നു നമുക്ക് എന്ത് കാര്യത്തിലും ഒറ്റൊരു കുടുംബം പോലെ കഴിയുന്നുണ്ട്. ഇന്ന് നമ്മുടെ കുട്ടിയാവുന്ന ബാക്കിയായി കഴിയുന്നത് എൻ്റെ മോൾ ആദ്യയുടെ ചതുരാണ് നടക്കുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച ആദ്യം ബാക്കിയായി പോകുകയാണ്. അപ്പോൾ നമ്മുടെ അപർണ ആരും എല്ലാവരും കൂടി ഇവിടെ വരുന്നതല്ലേ? ഓക്കെ. Hi Aparna and Anand. Congrats on getting married. Congratulations. Small gift for you, okay? So ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയുന്നത് of course എന്താണ്? So എന്താണ് ഈ ഒരു മൊമെന്റിൽ പറയാനായിട്ടുള്ളത്? ഇതൊരു സ്മോൾ ഗിഫ്റ്റ് അല്ല, ബിഗ് ഗിഫ്റ്റ്.
കണ്ണുകളൊക്കെ ഒന്ന് നിറഞ്ഞു വരുന്നുണ്ട്. ആൻഡ് ആനന്ദിന്റെ കൊളീഗ്സ് കൂടെ വീഡിയോ വിഷ് ചെയ്തിട്ടുണ്ട്. ഈ സമ്മാനം ലാബറിനൊക്കെ കൊടുത്തതിൽ ഷീ ഈസ് വെരി ഹാപ്പി ആൻഡ് അമേസിംഗ് ഗൈസ്. അടിപൊളിയായിട്ട് പോട്ടെ. പിന്നെ നമുക്ക് കസിൻസിന്റെ ഡാൻസ് ഉണ്ടല്ലോ. ഓക്കെ, സോ ലെറ്റ് മീ വെൽക്കം ദി എനർജറ്റിക് കസിൻസ്, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. ചുണ്ടത്ത് ചെത്തിപ്പൂ ചെണ്ടു വിരിഞ്ഞു, പല്ലാക്ക് മുക്കുത്തി കല്ലുമിനുങ്ങി, കല്യാണ ചെമ്പൊന്നിൻ
നിങ്ങൾക്ക് ആരാ? അല്ല പാട്ടല്ലേ കുറച്ച് കളർഫുൾ ആവുമല്ലോ ബാക്കിലിരിക്കുന്ന ഡാൻസ്. അയ്യോ നിന്റെ ഡാൻസ് കൊണ്ട് തന്നെ ഞാൻ പുറത്ത് മുട്ടിയിരിക്കുക. അപ്പോഴാ 10:35 വേറെ എവിടെയെങ്കിലും ആണും പെണ്ണും ഡ്യൂറ്റ് പാടാൻ തുടങ്ങുമ്പോഴത്തേക്ക് കയറി വന്നു. നിനക്കത് ചോദിക്കാനും പറയാനും വീട്ടിലാരുമില്ലേ? പൊടി വീട്ടിൽ പോയി. Thank you.
യെസ് താങ്ക് യു വെരി മച്ച്. ഒരിക്കൽ കൂടി രണ്ടുപേരും ഇതുപോലെ ഇതേ വൈബിൾ എനർജിയിൽ പോസിറ്റീവായിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ. എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങളുടെ കൂടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ ഫാമിലിയാണ്. എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ഒരു ബിഗ് താങ്ക് യു. ആൻഡ് എല്ലാവരും അടിപൊളിയായിരുന്നു, അടിപൊളി എനർജി ആയിട്ടുള്ള സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ്. എൻ്റെ അമ്മയൊക്കെ എന്തായിരുന്നു ഡാൻസ് തുടക്കത്തിൽ അടിച്ച് പൊളിച്ച് തകർത്ത് തുടങ്ങി. എല്ലാവർക്കും ഒരു വലിയ താങ്ക് യു പറയുന്നു. ആൻഡ് ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരോടും വന്നതിലും. ഞാൻ അമ്മയെ പറഞ്ഞു കുറച്ച് ഒക്കെ ലേറ്റായി തുടങ്ങാൻ, പിന്നെ അതിൻ്റെ കുറേ ബുദ്ധിമുട്ട് എല്ലാവരും അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ പരിപാടിയിൽ വന്ന് സഹകരിച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഭയങ്കര ആക്റ്റീവായിട്ട് നിന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. നമുക്കിനി ഫോട്ടോ സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഭക്ഷണം കഴിച്ചിട്ട് DJ. എൻ്റെ പകുതി പണി ഓൾറെഡി ആനന്ദോടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആനന്ദ്. ആൻഡ് അടുത്ത നമ്മുടെ ഫോട്ടോ സെഷൻ ആനന്ദ് പറഞ്ഞ ഫോട്ടോ സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. यारा तेरी कहानी में हो जिक्र मेरा, कहीं तेरी खामोशी में हो फिक्र मेरा, रुख तेरा जिधर का हो उधर मेरा, तेरी बाहों तलक ही है सफर मेरा. ओ माही 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 ओ माही, मेरी वफा पे हक हुआ तेरा. ओ माही माही वे ओ माही 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 ओ माही, लो मैं कयामत तक हुआ तेरा. लो मैं कयामत तक हुआ तेरा. बातों को बहने दो, बाहों में रहने दो, है सुकून इनमें. रस्ते वो बेगाने, झूठे वो अफसाने, तू न हो जिनमें. ओ थोड़ी उम्र है, प्यार ज्यादा मेरा, कैसे बता ये सारा तेरा होगा. मैंने मुझे है तुझको सौंपना. बाहों पे राहों पनाहों पे, आहों पे बाहों पे, साहों सलाहों पे, मेरे इश्क पे हक हुआ तेरा. ओ माही माही रे ओ माही 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 ओ माही, लो मैं कयामत तक हुआ तेरा. ओ माही माही वे ओ माही ओ माही ओ माही ओ माही ओ माही ओ माही
The sun is up, so wet it down. Get your money up. I put money down on all of us, on my people now, on what I love. Anana parche ye apati te